മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമിയെന്ന് കരുതുന്ന ബാബുറാമിന് 41 ഇടങ്ങളിൽ ഭൂസ്വത്തെന്ന് വിജിലൻസ്. പരിശോധനയുടെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. ബാബുവിന്റെ മകളുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് 117 പവൻ സ്വർണം വിജിലൻസ് കണ്ടെത്തി. രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് വിവരം തേടി വിജിലൻസ് ആദായനികുതി വകുപ്പിന് കത്തയച്ചു. അന്വേഷണങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി. സമൂഹ വിവാഹം സംഘടിപ്പിച്ചത് ബാർക്കോഴയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചെന്ന പരാതിയിൽ KM മാണിക്കെതിരെ ത്വരിത പരിശോധന. ബാറ്ററി നിർമ്മാണ യൂണിറ്റിന് നികുതി ഇളവ് നൽകിയെന്ന പരാതിയിൽ കേസെടുത്തു. ബാർക്കോഴ ഗൂഢാലോചനയിൽ കേരള കോൺഗ്രസിന്റെ റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ട് തള്ളാതെ മാണി. റിപ്പോർട്ട് വ്യാജരേഖയെന്ന് ആന്റണി രാജു മീഡിയ വണ്ണിനോട്. അഴിമതി കേസിൽ മലബാർ സിമന്റ്സ് MD K പത്മകുമാർ അറസ്റ്റിൽ. വിജിലൻസ് നടപടി ഡീലർഷിപ്പ് അനുവദിക്കുന്നതിൽ ക്രമക്കേട് കാട്ടിയെന്ന പരാതിയിൽ. ബാങ്ക് ഗ്യാരണ്ടി വിട്ടു നൽകിയതിൽ ക്രമക്കേടെന്നും വിജിലൻസ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് കൗൾ പുതിയ MD. ഭരണപരിഷ്കാര കമ്മിറ്റിക്ക് സൗകര്യമൊരുക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് VS അച്യുതാനന്ദൻ. സ്ഥാനമേൽക്കാത്തത് എന്തുകൊണ്ടെന്ന് ചുമതലയേൽപ്പിച്ചവർ പറയട്ടെ എന്ന് VS. ഉത്തരവിറങ്ങി 1 മാസമായിട്ടും ഓഫീസോ ഔദ്യോഗിക വസതിയോ ലഭിച്ചില്ല. സ്ഥാനം ഏറ്റെടുത്തതായി VS രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ തേടിയിറങ്ങാൻ വിജിലൻസ് തീരുമാനിച്ചു. ആദ്യപടിയായി വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് വിജിലൻസ് ഡയറക്ടർ കത്തയച്ചു. അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന് സംശയമുള്ള നേതാക്കളുടെ പേരുകൾ നൽകിയാൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് ആദായനികുതി വകുപ്പ് മറുപടി നൽകിയിട്ടുണ്ട്. പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന സൂചനകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കെ ബാബുവിനു പിന്നാലെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ചില അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് വിജിലൻസ് പ്രധാനമായും സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമി പണം ഉണ്ടെന്ന വാർത്തകൾ തെളിയിക്കാൻ പറ്റിയ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് ആദായനികുതി വകുപ്പിന് കത്തയച്ചത്. വിജിലൻസ് ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന മറുപടി ആദായനികുതി വകുപ്പ് നൽകി. പക്ഷേ കൃത്യമായ പേരുകൾ നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട ആളുകളുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കും. UDF നേതാക്കൾക്ക് പുറമെ ചില LDF നേതാക്കളുടെ പേരുകൾ കൂടി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. മീഡിയ വൺ, തിരുവനന്തപുരം. മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമിയെന്ന് ആരോപിക്കുന്ന ബാബുറാമിന് 41 ഇടങ്ങളിൽ ഭൂസ്വത്തെന്ന് വിജിലൻസ് കണ്ടെത്തി. ബാബുവിന്റെയും ബിനാമികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെയും വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും പണവും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ബാബുവിന്റെ മകളുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകളും വിജിലൻസ് പരിശോധിച്ചു. ബാബുവിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത 18 പവനും 8 ലക്ഷം രൂപയുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. 7 സംഘമായാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. കോടതിയിൽ സമർപ്പിച്ച രേഖകളും വസ്തുവകകളും വിജിലൻസ് ഓഫീസിൽ തന്നെയാണ് സൂക്ഷിക്കുക. ഇതിനുശേഷം തുടരന്വേഷണത്തിനായി ചൊവ്വാഴ്ച തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖകൾ കസ്റ്റഡിയിൽ വാങ്ങും. മുൻമന്ത്രി കെ ബാബുവിന്റെ PA നന്ദകുമാറിനെ കൊച്ചി വിജിലൻസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഉച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. ചോദ്യം ചെയ്യലിൽ തൃപ്പൂണിത്തുറയിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനം ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ളതാണെന്ന വിശദീകരണം ആവർത്തിക്കുകയാണ് ചെയ്തത്. ബാബുവിന്റെ ബിനാമിയെന്ന് ആരോപിക്കപ്പെടുന്ന ബാബുറാമിൽ നിന്ന് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 85 രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ഇതിൽ 27 എണ്ണം ബാബുറാമിന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിന്റെ മകളുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകൾ തുറന്നു പരിശോധിച്ചു. 3 മണിക്കൂറുകളോളം പരിശോധന നീണ്ടു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വെണ്ണല ബ്രാഞ്ചിലെ ബാങ്ക് ലോക്കറാണ് പരിശോധിച്ചത്. 117 സോവറിൻസ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് അവിടെ വെച്ച് തന്നെ സീൽ ചെയ്തു. പരിശോധിച്ച സ്ഥലങ്ങളിൽ ഫ്രീസ് ചെയ്ത ലോക്കറുകളുണ്ട്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. ആതിര അഗസ്റ്റിൻ, മീഡിയ വൺ, കൊച്ചി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ, അദ്ദേഹം കൊല്ലത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. CPM നേതാവ് KV അബ്ദുൽ ഖാദർ MLA, അദ്ദേഹം കൊച്ചി ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KS മധുസൂദനെ പ്രതീക്ഷിക്കുന്നു ചർച്ചയിലൊപ്പം. കേരള കോൺഗ്രസ് M നേതാവ് സ്റ്റീഫൻ ജോർജിനെ കോട്ടയത്തും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ശൂരനാട് രാജശേഖരൻ, അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനും UDFലെ ഇതര ഘടകകക്ഷികൾക്കും ആശങ്കയുണ്ടോ ഇപ്പോൾ നടക്കുന്ന നടപടികളിൽ, ഇനി നടക്കും എന്ന് വിജിലൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന നടപടികളിൽ? ആശങ്ക എന്ന പദം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനത്തിലും ഒരു അവസരത്തിലും വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് അന്വേഷണം കൃത്യമായി നടക്കട്ടെ. കൃത്യമായി അന്വേഷണം നടക്കുമ്പോൾ നിരപരാധിത്വം തെളിയിച്ചു വരാൻ ഉള്ള സാഹചര്യം ഒരുക്കാൻ ഉണ്ടാകണം. കൃത്യമായി അന്വേഷണം നടക്കുന്നതിൽ ഭയക്കുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 130 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ ഘട്ടത്തിലും
ഇതുപോലെ വെല്ലുവിളികളും ഇതിനേക്കാൾ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോപണങ്ങളെ ആശങ്കയോടുകൂടി കാണുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തെ ആശങ്കയോട് കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും രാജീവ് കോൺഗ്രസിൻ്റെ ഒരു ഏടിലും പറയുന്ന ഒരു കാര്യമല്ല. അന്വേഷണം കൃത്യമായി നടക്കണം. നടക്കുമ്പോൾ അതിനുശേഷമുള്ള നിരപരാധിത്വത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ അന്തസ്സായി പുറത്തു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ ശൂരനാട് രാജശേഖരൻ, അന്വേഷണം നടക്കട്ടെ എന്ന് മുൻ മുഖ്യമന്ത്രി പറയുമ്പോഴും അദ്ദേഹം കെ ബാബുവിൻ്റെ വീട്ടിൽ നടന്ന പരിശോധനയെ, പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഇത്തരം പരാതികൾ ഉയരുമ്പോൾ ഇങ്ങനെ പരസ്യമായി റെയ്ഡൊക്കെ നടത്തി അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം കൂടി മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഇത്തരം പരിശോധനകളിലേക്ക് വിജിലൻസ് നീങ്ങാൻ പോകുന്നു എന്ന സൂചനകളുണ്ട്. ആദായനികുതി വകുപ്പിൽ നിന്ന് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കാനിടയുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പകപോക്കലായി കോൺഗ്രസ് കാണുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ അഭിപ്രായം KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഈ സ്റ്റേജിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വരട്ടെ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പകപോക്ക. പിന്നെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരേ സമയത്ത് ഇത്രയും രൂക്ഷമായ റെയ്ഡുകൾ നടത്തുകയും അതിന് തക്ക കാരണങ്ങളുണ്ടോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യവും പൊതുസമൂഹം കൃത്യമായി നോക്കുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം മാറി വന്നപ്പോൾ 2011 വളരെ ആരോപണങ്ങളുണ്ടായിരുന്ന മന്ത്രിമാർ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കേരള ഹൈക്കോടതി പോലും പല മന്ത്രിമാരെ പറ്റിയും വളരെ പച്ചയായി പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അതിനൊക്കെ ഒരു മിതത്വം പാലിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മിതത്വം പാലിച്ചത് ആരെങ്കിലും സഹായിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും ഒരു മുൻ മന്ത്രിയുടെ വീടിൽ 7 ഒരേ സമയം അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും എന്തോ വലിയ സംഭവം നടക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യണമെങ്കിൽ 2011 5 മന്ത്രിമാരുടെ പേരിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ചക്കിട്ടപ്പാറ കേസിൻ്റെ സ്ഥിതി ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഒന്നും ചെയ്തില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, കുറ്റം ആര് ചെയ്താലും ആ കുറ്റക്കാരെ ശിക്ഷിക്കാൻ പൊതുസമൂഹത്തിൻ്റെ മനസ്സതിനനുകൂലമായി നിൽക്കുകയാണ്. അതിന് ഏത് ഗവൺമെൻറ്റും അതിനനുകൂലമായി നിലപാടെടുക്കുന്നതിനോടാണ് വ്യക്തിപരമായി എനിക്ക് യോജിപ്പുള്ളത്. അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ശൂരനാട് തന്നെയാണ് താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് പ്രധാനമായ സംശയങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതേക്കുറിച്ച് ഇതുപോലെ വിജിലൻസ് അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് കാര്യക്ഷമമായിരുന്നു എന്ന സംശയം അന്നും ഉയർന്നിരുന്നു. അതിനു മുൻപത്തെ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പിന്നീട് വന്ന സർക്കാർ എന്ത് അന്വേഷണം നടത്തിയെന്ന ചോദ്യം അക്കാലത്തും ഉയർന്നിരുന്നു. കെ മാണിക്കെതിരെ ബാർക്കോഴ കേസിൽ ആരോപണം ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് റെയ്ഡ് നടത്താതിരുന്നത്, എന്തുകൊണ്ടാണ് പരിശോധനകൾ നടത്താതിരുന്നത്, രേഖകളുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നു? ഇത്തരം ചോദ്യങ്ങളൊക്കെ അന്ന് ഉയർന്നിരുന്നു. അതിനൊരു മറുപടി നൽകുകയാണ് പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസ് എന്ന് നമുക്ക് കരുതേണ്ടി വരില്ലേ? മുൻകാലത്ത് ചെയ്യാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പരിതപിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, ഞാൻ മുമ്പേ രാജീവ് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വിജിലൻസ് ചെയ്യുന്ന കാര്യങ്ങളോട് അത് വിജിലൻസിൻ്റെ ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ നടക്കുന്നതിൽ എന്താ തകരാറ്? അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇതൊരു പാർട്ടി അഭിപ്രായമായിട്ടല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. കുറ്റം ചെയ്തവർ പക്ഷേ ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രകടനങ്ങളെല്ലാം കാണിച്ചിട്ട് അവസാനം അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും കുട്ടികൾക്കും ബാബുവിൻ്റെ കുട്ടികൾക്കും ബാബുവിൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഉണ്ടാകുന്ന മാനസിക ക്ഷോഭം, മാനസിക വിഷമം, സമ്മർദ്ദം നാളെ ആ ഒരു കുറ്റവിമുക്തരായി വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? സാക്ഷാൽ കെ കരുണാകരന് അടുത്ത കാലത്തല്ലേ ഉണ്ടായത്. കെ കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഒരുപറ്റം മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നു എന്നുള്ള പിൽക്കാലം തെളിയിച്ചില്ലേ? ആർക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഉണ്ടായ മാനസിക ഹാനി, ലീഡറുടെ മനസ്സിനുണ്ടായ വേദന, ലീഡറെ പോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രിക്ക് അനുഭവിക്കേണ്ടി വന്ന സമ്മർദ്ദങ്ങൾ,
അതൊക്കെ ഉണ്ടാക്കിയെടുത്ത സമ്മർദ്ദങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ മടങ്ങിയത് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ നിയമവിദഗ്ധൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീ കെ എസ് മധുസൂദനൻ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സൂചനകളെങ്കിലും നമ്മളുടെ വിജിലൻസിൻ്റെ പ്രവർത്തനത്തിൽ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പരാതിയുടെ അടിസ്ഥാനത്തിൽ സാമ്പ്രദായികമായ കേസെടുക്കുക, ത്വരിതാന്വേഷണമെന്നോ ദ്രുതപരിശോധനയെന്നോ ഒക്കെ പറയുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുക, കുറ്റപത്രം സമർപ്പിക്കുക, ഇതിനപ്പുറത്ത് അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിന് കേസുണ്ടാകുമ്പോൾ, അത് സംബന്ധിച്ചുള്ള പരാതി ഉണ്ടാകുമ്പോൾ അതിലേക്ക് സൂക്ഷ്മമായ പരിശോധനകളിലേക്ക് വിജിലൻസ് പോകുന്നു. അത്തരമൊരു കേസ് വന്നാൽ ആരോപണ വിധേയൻ തന്നെ താൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത വരുന്നു. മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമായൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിയോഗികൾക്കെതിരെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണങ്ങൾ സാധാരണ രീതിയിലാണെന്ന് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ, രാഷ്ട്രീയമായ പകപോക്കലാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയാറുണ്ട്. ഇപ്പോൾ ഇത് കളിയുടെ തുടക്കം, ഈ അന്വേഷണത്തിൻ്റെ തുടക്കം കാണുമ്പോൾ നമുക്കിതൊരു തമാശ കളി പോലെയാണ് തോന്നിയത്. കാരണം മഞ്ഞക്കാട്, ചുമന്ന കാട് എന്ന രൂപത്തിലെല്ലാം നമ്മുടെ വിജിലൻസിൻ്റെ ഡയറക്ടർ പറഞ്ഞപ്പോൾ ഇതൊരു തമാശക്കളി പോലെയാണെന്നാണ് തോന്നിയത്. പലപ്പോഴും ഇതിന് മുമ്പ് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ TG ജേക്കബിനെതിരെ വീട്ടിലും ഇതേപോലെ തന്നെ റെയ്ഡെല്ലാം നടത്തിയിട്ടുണ്ട്. R ബാലകൃഷ്ണപിള്ളയുടെക്കെതിരെയും ഇതേപോലെ കേസുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭരണ മാറ്റങ്ങളെല്ലാം തന്നെ ആ പ്രതിപക്ഷ കക്ഷികൾ വീണ്ടും ഭരണകക്ഷിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുന്നണിയിലേക്ക് ചേക്കേറുന്ന സമയത്ത് ഇത്രമാത്രം ഒരു ആത്മാർത്ഥത തുടർന്ന് അന്വേഷണത്തിൽ കാണാറില്ല. ആകെ നമുക്ക് R ബാലകൃഷ്ണപിള്ളയുടെ കേസിൽ മാത്രമാണ് അത്രത്തോളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ കാണേണ്ടത്, ഇപ്പോൾ മുത്തൂറ്റിനോട് ഇത്ര രാഷ്ട്രീയക്കാരുടേതായ ഡിപ്പോസിറ്റുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തരണം എന്നാവശ്യപ്പെടുമ്പോൾ മുത്തൂറ്റ് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെല്ലാം രാഷ്ട്രീയക്കാരുടെ ആണ് ആവശ്യപ്പെടുന്നത് എന്ന രൂപത്തിൽ അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ PC ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഏത് ബാങ്കിനോടും ഏത് ബാങ്കിൻ്റെ ഇൻഫർമേഷൻ തേടുന്നതിന് വിജിലൻസിന് അധികാരമുണ്ട്. കാരണം ഒരു സൂപ്രണ്ട് ഓഫ് പോലീസോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അധികാരപ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കാൻ പറ്റും, ഏത് ബാങ്കിനോടും പറ്റും. അപ്പോൾ ബാങ്കിങ് നിയമം എന്തെല്ലാം ആയി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് PC ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഈ സ്ഥാപനങ്ങൾ അറിവ് കൊടുക്കേണ്ടതായിട്ട്, ഇപ്പോൾ ഇൻകം ടാക്സിനോട് ആവശ്യപ്പെടുമ്പോഴും ഇൻകം ടാക്സ് അത്തരത്തിൽ വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥമായിട്ട് വരാം. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടാകുന്നത് നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് തോന്നാം, പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ മറിച്ച് പറയാനെന്താ പറ്റുക? എപ്പോഴും ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ കോൺഗ്രസ് തന്നെ, ശിവനാടെല്ലാം പറയുന്നത് പോലെ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് ധാരകളെ കാണാം. ഒരു ധാര മറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല, മറ്റൊരു ധാര അത് മിക്കവാറും മാണിയെയോ അല്ലെങ്കിൽ ബാബുവിനെയോ പിന്താങ്ങുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും ഈ ബാബു പോലും ഒരു ബിനാമിയായിട്ട് മാറിയതുകൊണ്ടാണോ അത്തരത്തിലുള്ള കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചേരിതിരിവ് എന്നൊക്കെ നമുക്ക് സംശയിക്കാം. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, കോൺഗ്രസിൻ്റെ തന്നെ ഉള്ളിലുണ്ടാകുന്ന ചേരിതിരിവ് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? നമുക്കിവിടെ ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ചേരിതിരിവിൽ മാറുന്നുകൊണ്ട് കുറ്റകൃത്യങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതും അവരെ ശിക്ഷിപ്പിക്കേണ്ടതും ഒരു നല്ല ഭരണത്തിൻ്റെ ആവശ്യകതയായിട്ട് കാണേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ കുതിർന്നു പോകുന്ന അന്വേഷണങ്ങൾ പലപ്പോഴും ഉത്തമ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന ദുരന്തം നമ്മളെപ്പോഴും കാണേണ്ടത്. പലപ്പോഴും ഇത്തരം ഉദ്യോഗസ്ഥന്മാരോ പറയുമല്ലോ, ഞങ്ങളെല്ലാം കൂട്ടിലിടെ തത്തയാണെന്ന് പറയും. തത്ത പുറത്ത് വന്നുമ്പോൾ തത്ത പറയും ഞാൻ തത്തയല്ല എന്ന് പറയും. പക്ഷേ ആ തത്തയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൈനോട്ടക്കാരൻ്റെ തത്തയെ പോലെ ചിറകെല്ലാം അല്പമൊക്കെ അരിഞ്ഞ തത്തയാണ്. ആ തത്തയ്ക്ക് അധികം പറക്കാനൊന്നും കഴിയാത്ത തത്തയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ എത്രമാത്രം മുന്നോട്ട് പോകും എന്നത് പലപ്പോഴും വിജിലൻസിനെ പോലുള്ള സ്ഥാപനങ്ങളെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ അനുവദിക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുര്യോഗം. ഇവിടെ ഒരു പരിധി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം രാഷ്ട്രീയക്കാർ ഭരണത്തിൽ വരുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് സംശയിച്ചാൽ അതിന് ജനങ്ങളുടെ സംശയത്തിന് കുറ്റം പറയാനൊന്നും കഴിയില്ല. അബ്ദുൽ ഖാദറിന് കുറെ കൂടി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാവും. ശ്രീ KV അബ്ദുൽ ഖാദർ, നമ്മളുടെ അനുഭവം ഒരുപക്ഷെ അഡ്വക്കേറ്റ് KS മധുസൂദനൻ സൂചിപ്പിച്ചതുപോലെയാണ്. ചില കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പുകൾ, കേസുകൾ ഉണ്ടാവുന്നു, അന്വേഷണം അതിൻ്റെ ചിട്ടപ്പടി നടക്കുന്നു, എവിടെയും എത്താതിരിക്കുന്നു, ആകെ
ഒരു കേസിൽ മാത്രമാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് ഇത്ര കാലത്തിനിടെ പറയാൻ സാധിക്കുക. അതുപോലെ അവസാനിക്കാൻ പാകത്തിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടിയുള്ള കേസുകൾ അങ്ങനെയായി ഇത് അവസാനിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രീ കെ ബാബുവിനെതിരായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന് ശ്രീ ശൂരനാട് രാജശേഖരൻ പറയുമ്പോൾ അതങ്ങനെയാണ് എന്ന് പറയാൻ KPCC പ്രസിഡന്റിന് പോലും കഴിയുന്നില്ല. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വളരെ ശ്രദ്ധേയമായിട്ടാണ് എനിക്ക് തോന്നിയത്. KPCCയുടെ പ്രസിഡന്റ് പോലും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമാണ് എന്ന് പറയാൻ ധൈര്യപ്പെടാത്തത് ഇതിനകത്ത് ചില ചീഞ്ഞു നാറലുകൾ ഉണ്ട് എന്നുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കേസിൽ കുടുക്കണം എന്ന ഗൂഢോദ്ദേശത്തോടുകൂടി വിജിലൻസ് നടത്തുന്ന ഒരു അന്വേഷണമായിട്ട് ആർക്കും കാണാൻ കഴിയുകയില്ല. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ ഈ അന്വേഷണത്തിൽ അടിസ്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഞാൻ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ വിജിലൻസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ നടക്കുന്നത്. അത് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒത്തുതീർപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഉയർന്നു വരുന്ന സംവിധാനങ്ങൾ, മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിനെ കെട്ടിയിടാതിരിക്കുക, അവരുടെ കൈയും കാലും കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു മുൻകാലങ്ങളിൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജിലൻസിനെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും സവിശേഷതയാർന്ന കാര്യം. അവർ അന്വേഷണം നടത്തുന്നു, അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ. ഒരു അഴിമതി വിരുദ്ധമായിട്ടുള്ള സംവിധാനം എന്നുള്ള നിലയിൽ വിജിലൻസിൻ്റെ കാര്യശേഷി കൂടുതൽ തെളിയിക്കട്ടെ. ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സ്വീകരിക്കുകയുമാണ് വിജിലൻസ് ചെയ്തിട്ടുള്ളത്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഉമ്മൻചാണ്ടിയും കെ ബാബുവിനെതിരായ ആരോപണത്തിൽ മാത്രമല്ല, അതിനെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് വിജിലൻസ് കടക്കാൻ പോകുന്നു എന്ന സൂചനകളുണ്ട്. ആദായനികുതി വകുപ്പിൽ നിന്ന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ നിക്ഷേപങ്ങൾ ആ ധനകാര്യ സ്ഥാപനത്തിലുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് വിജിലൻസ് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ UDF നേതാക്കൾ മാത്രമല്ല LDFിലെ ചില നേതാക്കളുമുണ്ട് എന്ന വിവരങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ അന്വേഷണങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകും എന്ന സംശയം ന്യായമായും ഉയരുന്നത്. സാധാരണ നിലയ്ക്ക് ഭരിക്കുന്ന മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് വന്നാൽ അവിടെ നിലയ്ക്കാറാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ. അല്ല, അതൊരു സാങ്കല്പികമായിട്ടുള്ള ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എന്ന അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം നടത്താം എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. ഗവൺമെൻറ് ആരുടെയും കൈകാലുകൾ കെട്ടിയിട്ടിട്ടില്ല. ഇത്തരം അന്വേഷണങ്ങളിൽ നിങ്ങൾ അന്വേഷണം സുതാര്യമായിട്ടല്ല നടത്തേണ്ടത്, ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളത് കണ്ടു. വിജിലൻസിൻ്റെ ചുമതലപ്പെട്ട ആളുകൾക്ക് പോലും ഞങ്ങൾ കൂട്ടിലിട്ട തത്തയാണ് എന്ന് പറയേണ്ടി വന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തി ഇടതുപക്ഷത്തുള്ള ആളുകൾ അത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. ഗവൺമെൻറ് അക്കാര്യത്തിൽ ആരെയും ഭയപ്പെടുന്നില്ല. സുതാര്യമായിട്ടുള്ള അന്വേഷണം, ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്ന അഭിപ്രായമാണ് എല്ലാവർക്കുമുള്ളത്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഇവിടെ നിരവധി കാര്യങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിരവധി നിയമങ്ങളുണ്ട്, നിരവധി വ്യവസ്ഥകളുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വത്ത് വിവരം വെളിപ്പെടുത്തണം, തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭാംഗമായാൽ വിവരങ്ങൾ വെളിപ്പെടുത്തണം, ലോക്പാൽ നിയമത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കൂടി ബാക്കിയല്ലേ ഇങ്ങനെ റെയ്ഡുകളായി, കേസുകളായി, പരാതികളായി ഒക്കെ ഉയർന്നു വരുന്നത്? ഞാൻ ഈ ചോദ്യത്തിന് മറുപടി തീർച്ചയായിട്ടും പറയാൻ രാജീവ്. അതിനു മുമ്പ് ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞ 2 കാര്യത്തെപ്പറ്റി ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ബാബുവിനെതിരായി നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയാത്തത്
പാർട്ടിയുടെ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പക്ഷേ ആ അന്വേഷണം നടത്തുമ്പോൾ ചാനലുകളെല്ലാം പോയി ഈ 7 ഇടത്ത് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ തീരാ വ്യാധി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രകടനം കേരളം ലോകം മുഴുവൻ കാണിക്കുകയും ചെയ്യുന്നതല്ല അന്വേഷണത്തിൻ്റെ ഭാഗം എന്നെനിക്ക് തോന്നില്ല. ഈ അന്വേഷണത്തിൽ കുറ്റകരമായ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്തണം, ആ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് പരാമർശം പറഞ്ഞു. VM സുധീരനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഴിമതിയുടെ കാര്യത്തിലൊക്കെ സ്വന്തമായ അഭിപ്രായമുള്ള ഒരാൾ. കേരളത്തിലെ ഒരു വേറിട്ട സംസ്കാരത്തിൻ്റെയും വേറിട്ട വ്യക്തിത്വത്തിൻ്റെയും ഉടമയാണ് പ്രസിഡന്റ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ഈ സ്റ്റേജിൽ ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട വേദി ഇപ്പോൾ വരുന്നുണ്ട്. പാർട്ടിക്കകത്താണ് അഭിപ്രായം പറയേണ്ടത്. ശ്രീ ഹസൻ ഇന്ന് പുറത്തു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹം ഉന്നതാധികാര സമിതിയിൽ വന്ന ഒരാളാണ്, പാർട്ടിയുടെ 21 സമിതി വന്നതാണ്. അദ്ദേഹം പാർട്ടിക്കകത്ത് ഈ അഭിപ്രായം പറയണമായിരുന്നു ഉള്ള അഭിപ്രായക്കാരനാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പാർട്ടി ഫോറത്തിൽ പറയാൻ അതിന് അവസരം കാര്യം ചോദിച്ചോളട്ടെ. ശ്രീ സൂര്യനാരായണ രാജശേഖരൻ, KPCC പ്രസിഡന്റ് 2 ദിവസമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തിയ നടപടിയെക്കുറിച്ച് KPCC പ്രസിഡന്റ് 2 ദിവസമായി ഒന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റു നേതാക്കൾക്ക് സ്വാഭാവികമായും പ്രതിരോധിക്കേണ്ട ബാധ്യതയുണ്ടാവില്ലേ? ആ ബാധ്യതയല്ലേ MM ഹസൻ നിറവേറ്റിയത്? അത് ഈ കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യാതെ ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ചർച്ച ചെയ്യാൻ അവസരം വരുന്നത് 24-ാം തീയതി ഈ യോഗം വിളിക്കുന്നുണ്ട്. ഈ സമിതി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തി AICC ഉണ്ടാക്കിയ പുനഃസംഘടനാ സമിതിയുടെ ആദ്യത്തെ യോഗം 24-ാം തീയതി നടക്കുകയാണ്. ആ യോഗത്തിൽ ഇതും ചർച്ചയ്ക്ക് വിഷയമാകും. ആ യോഗത്തിലെ അംഗമാണ് ശ്രീ ഹസൻ. അദ്ദേഹത്തിന് ആ യോഗത്തിൽ അത് പറയാം. പ്രസിഡന്റിൻ്റെ അഭിപ്രായം എല്ലാവരും കൂടെ പറയുന്ന അഭിപ്രായങ്ങളെ പാർട്ടിയുടെ അഭിപ്രായമായി ക്രോഡീകരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സുധീരൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറയാൻ പോയില്ല. പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമുള്ള കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വേറിട്ട വ്യക്തിത്വത്തിൻ്റെ സ്വഭാവത്തിലുടമയാണ് ശ്രീ സുധീരൻ. അതുകൊണ്ട് പെട്ടെന്ന് കയറി ഒരു അഭിപ്രായം പറയും എന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം വരുന്നത് വരെ ഈ കാര്യത്തിലൊരു തീരുമാനം ഞങ്ങൾക്കും ആർക്കും പറയാൻ പറ്റുന്ന ഒരു അവസരത്തിലല്ല. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നതിൽ എന്താ തെറ്റ്? അന്വേഷണത്തിൽ നിന്ന് കുറ്റവിമുക്തനായി വരുന്നതിൽ, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ വരുന്നതിനുള്ള സംവിധാനം ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടല്ലോ. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പീഡനമുണ്ടാകരുത്. അതാണ് മുൻ മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഞങ്ങളുടെ ഭരണത്തിൻ്റെ കാലത്തിൽ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ആരെയും പീഡിപ്പിച്ചില്ല. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ്റെ മകനെ പറ്റി തീർച്ചയായിട്ടും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, വിജിലൻസ് കേസിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ, തീർച്ചയായിട്ടും എന്തൊക്കെ സംഭവവാസങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. ഒരു അന്വേഷണം നടക്കുന്നു, പക്ഷേ അതിനൊരു പീഡനത്തിൻ്റെ ഭാഗം ഉണ്ടായില്ല. ഇതിലൊരു പീഡനത്തിൻ്റെ ഭാഗമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സൂര്യനാട് ഞാൻ മടങ്ങിയത്. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് സ്റ്റീഫൻ ജോർജ് അദ്ദേഹം ചേരുന്നു കോട്ടയത്ത് നിന്ന്. സ്റ്റീഫൻ ജോർജ്, സൂര്യനാട് രാജശേഖരൻ പ്രതികരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നൊരു നിലപാട് പോലെ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കട്ടെ, ഇതാണോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട്? കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവിനെതിരെ 7 കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു വിജിലൻസ്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപം കേരള കോൺഗ്രസിനുണ്ടോ? 100% രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഈ കേസ്. അതല്ലാതെ ഒരു വിജിലൻസ് ഡയറക്ടർ ഒറ്റയ്ക്ക് ഇങ്ങനെ വ്യാപകമായ കേസെടുക്കൽ, അത് അർത്ഥമില്ലാത്ത തെളിവില്ലാത്ത ആ കേസുകൾ 1, 2, 7, 8 കേസുകൾ എടുക്കുക, അന്വേഷിക്കുക, ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് പിന്തുണയില്ലാതെ ഒരു ഉദ്യോഗസ്ഥന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന് ഇന്ന് എന്താണ് മാനസാറിനെതിരെ വന്നിട്ടുള്ള ഇന്നത്തെ ആക്ഷേപം? ഇപ്പൊ ലെഡ് ഓക്സൈഡിന് ടാക്സ് കുറച്ചു കൊടുത്തു. അങ്ങനെ ലെഡ് ഓക്സൈഡിന് ടാക്സ് കുറച്ച കേസിന് FIR എടുക്കണമെങ്കിൽ മാനസാർ ഒരു സുപ്രഭാതത്തിൽ ധനകാര്യമന്ത്രി എന്ന ഒരു ഉത്തരവിലൂടെ അങ്ങോട്ട് ടാക്സ് കുറച്ചതാണോ? ഒരിക്കലുമല്ല. അതാണ് ഈ തെറ്റിദ്ധാരണാജനകമായ പ്രചാരമാണ് നടക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഈ കേസ് അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത് നമ്മുടെ വാണിജ്യ വകുപ്പിന്റെ കമ്മീഷണർ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഇൻപുട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ടാക്സ് കുറച്ചു കൊടുക്കണമെന്ന ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ ഈ ഫയൽ നേരെ ടാക്സ് സെക്രട്ടറിക്ക് കൊടുത്ത് ടാക്സ് സെക്രട്ടറി കണ്ട് അത് മന്ത്രിക്ക് വന്ന് മന്ത്രി നിയമസഭയിൽ വന്ന് നിയമമാക്കി അത് നിയമസഭയിൽ ചർച്ച ചെയ്ത് ഗവർണർക്ക് അയച്ച് ഗവർണർ ഒപ്പിട്ട് തിരിച്ചു വന്ന്
അത് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി. സബ്ജക്ട് കമ്മിറ്റി കണ്ട് നിയമസഭയിൽ വീണ്ടും ചർച്ച ചെയ്ത് പാസാക്കിയ ധനകാര്യ നിയമമായി മാറിയ ഒരു കേസിനകത്ത് കുറ്റകരമാണ്, കുഴപ്പമാണ് എന്ന് പറയാനുള്ള അധികാരം ആരാണ് നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഡയറക്ടറിന് കൊടുത്തതെന്നുള്ളത് നിയമപരമായ ഒരു പ്രശ്നം. അത് ചോദ്യം ചെയ്യാൻ ഒരു വിജിലൻസ് ഡയറക്ടർക്ക് അവകാശമില്ല. അത് കേരള നിയമസഭ പാസാക്കിയ നിയമമാണ്. ടാക്സ് 4% കുറയ്ക്കാനുള്ളത് അത് പല ഗവൺമെന്റിന്റെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഗവൺമെന്റും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കേസ് KM മാണി സാറിന് FIR ഇടുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട്. ഗവർണർ ഈ ബില്ല് കൊണ്ട് ഒപ്പിട്ടതാണ്. അതിന് അത് സബ്ജക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അത്തരം ഓരോ കേസിന്റെയും വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ 7 കേസുകളിൽ ബാറ്ററി ഒഴിച്ചു നിർത്തിയാൽ, ബാറ്ററിയുടെ നികുതി ഇളവ് നൽകിയത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 7 കേസുകളിലും പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് വിജിലൻസ് കോടതി തുടർന്ന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചവയാണ്. ഒരു കോടതി നടപടി അതിനിടയിലുണ്ട്. അതിലെങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആക്ഷേപം ഉന്നയിക്കുക? അല്ല, അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഈ കേസുകളൊന്നും കോടതിയുടെ വരാന്തയിൽ പോലും ചെല്ലാൻ തെളിവുള്ള കേസുകളല്ല, നിയമപരമായി പിൻബലമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ, നിങ്ങൾക്ക് ശ്രീ തോമസ് ഐസക് ഇതേ സമാനമായ നിരവധി കേസുകൾ ഞങ്ങൾ ഉന്നയിക്കാം. ശ്രീ തോമസ് ഐസക് മാണി സാർ 1.5 വർഷത്തേക്ക് ഈ ഇളവ് കൊടുത്തുള്ളൂ. തോമസ് ഐസക് 2001-2005 മുതൽ 5 വർഷത്തേക്ക് മുൻകാല പ്രാബല്യത്തോടെ ഇളവ് കൊടുത്ത് നിരവധി കേസ്, നെയ്യുടെ കേസ് 12% ടാക്സ് ആയിരുന്നു. ശ്രീ സ്റ്റീഫൻ ജോർജ്, അതുകൊണ്ടുകൂടിയാണ് ഇതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു മുൻകാലങ്ങളിൽ വിജിലൻസ് അന്വേഷണം എന്ന ആരോപണം ഉയർന്നു വരുന്നത്. അത്തരം ആരോപണങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷം എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? ഏകപക്ഷീയമായ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞത്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ശ്രീ സ്റ്റീഫൻ ജോർജ്, കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ അധികാരത്തിലിരിക്കെ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കെ ചെയ്ത നടപടികളിൽ ആക്ഷേപമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അല്ല, ഞങ്ങൾ ആക്ഷേപം അതല്ലല്ലോ ഞാൻ പറഞ്ഞു. ആക്ഷേപം ഞങ്ങൾക്കുണ്ടെന്നല്ല പറഞ്ഞത്. ഇത് എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഗവൺമെന്റിന്റെ നയപ്രകാരം ഇവിടുത്തെ വിലവർദ്ധനവ് കുറയ്ക്കാനും പൊതുജനങ്ങളെ സഹായിക്കാനുമൊക്കെ വേണ്ടി എല്ലാ ഗവൺമെന്റും എല്ലാ മന്ത്രിമാരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ആയുർവേദ മെഡിസിന് വില കുറച്ചു, അല്ലെങ്കിൽ ടാക്സ് കുറച്ചാൽ അത് എന്തിനു മന്ത്രിക്കെതിരെ ആരോപണം എടുക്കുകയും കേസെടുക്കുകയും ചെയ്യണം? അത് ആർക്കാ അതിന്റെ ഗുണം? അത് ഉപഭോക്താക്കളായ ജനങ്ങൾക്കാണ് ഗുണം. അന്നത്തെ MLA-മാർ ഒന്നടങ്കം പറഞ്ഞു ഇത് കുഴമ്പും അതുപോലെ പ്രായം ചെന്ന പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന. അത്തരം ഓരോ കേസിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാൻ തൽക്കാലം നമുക്ക് ഈ ചർച്ചയിൽ സമയം അനുവദിക്കുന്നില്ല. ഞാൻ അഡ്വക്കേറ്റ് KS മധുസൂദനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ KS മധുസൂദൻ, ഇവിടെ പൊതുപ്രവർത്തകരുടെ അഴിമതി നിയന്ത്രിക്കുന്നതിന് പല വിധത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. സ്വത്തുവിവരം വെളിപ്പെടുത്തലടക്കം ഭരണപരമായ നടപടിക്രമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, RTI നിയമം, മറ്റേ ടെൻഡർ, ഇത്തരം സംഗതികളൊക്കെ സുതാര്യത ഉറപ്പാക്കാനായിട്ട് നിരവധി നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറികടന്ന് അഴിമതി വ്യാപകമായി നടക്കുന്നു, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതിൻ്റെ കൂടെ ബാക്കിയല്ലേ ഇത്തരം പരാതികളും പരിശോധനകളും? ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മാണി സാറിനെതിരെ 7 കേസുകൾ എടുക്കുന്നു. അതിലെ ഒരു കേസ് ബാറ്ററി കേസാണ്. ആ കേസ് തുലോം ദുർബലമായ ഒരു കേസാണ്. ആ ദുർബലമായ ഒരു കണ്ണിയെ പിടിച്ചുകൊണ്ട് മറ്റ് കേസുകളെ മുഴുവൻ പൊളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വാദങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ കാണുക, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ മാണിക്കെതിരെ ഹാജരാകേണ്ട ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ അവിടെ പറഞ്ഞത് മാണിക്കെതിരെ തെളിവില്ലെന്നാണ്. ആദ്യം UDF-ൻ്റെ അഭിഭാഷകൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ LDF-ന് വേണ്ടി നിയമിച്ച അതേ അഭിഭാഷകനും മാണിക്കെതിരെ തെളിവൊന്നും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുതരം കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർക്കെതിരെയുള്ള അഴിമതി തെളിയിക്കപ്പെടാതെ പോകുന്നത്. ഇപ്പോൾ R ബാലകൃഷ്ണപിള്ള ഇടതുപക്ഷത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ അദ്ദേഹവുമായി വേദി പങ്കിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇടതുപക്ഷത്തിന്.
അതോടൊപ്പം തന്നെ മാണിക്കെതിരെ എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള റെയ്ഡുകളെല്ലാം തന്നെ മാണിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നൊരു ചോദ്യം വരുന്നു. കാരണം ഇവിടുത്തെ ഈ കളവ് മുതൽ എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്ത്, ആ സ്വത്ത് കണ്ടെത്തേണ്ട ഒരു വിഷയമുണ്ട്. ആ സ്വത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം, ദ്രുതഗതിയിലുള്ള അന്വേഷണം, അതിനു വേണ്ടിയുള്ള ശ്രമം ചിലരുടെ ഭാഗത്ത് എടുക്കാതിരിക്കുക, ചിലരുടെ ഭാഗത്ത് എടുക്കുക. ഇപ്പോൾ മാണി ഇടതുപക്ഷത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു താളം ചവിട്ടിലുണ്ടാകുക, അല്ലെങ്കിൽ ഒരു താളത്തിൽ പോവുക, സാവധാനം പോകുന്നൊരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഇത് എന്തിൻ്റെയെങ്കിലും ഭാഗമായിട്ട്, അഴിമതിയെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ പാളയത്തിലേക്ക് കൂടുതൽ ആളുകളെ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആണെന്നൊരു തോന്നലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ആരും തന്നെ പരമാവധി ശിക്ഷിക്കപ്പെടാതെ പോകുന്നു. നമ്മൾ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഒരു ബാലകൃഷ്ണപിള്ള, അതും VS അച്യുതാനന്ദൻ്റെ നിതാന്തമായ ജാഗ്രതയുടെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായതാണ്. ഇതാണ് കാണേണ്ടത്. എന്നിട്ട് പോലും ഇപ്പോൾ R ബാലകൃഷ്ണപിള്ള പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ ആരാധ്യ പുരുഷനായിട്ട് മാറുന്നുണ്ട്. ഇതെന്തിലേക്കുള്ളതാണ് കാണുന്നത്? എന്തുകൊണ്ട് താങ്കൾ ചൂണ്ടിക്കാണിച്ച ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പവർ ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസിലെ കണ്ണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒരിക്കലും തെളിയിക്കപ്പെടേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യം വന്നു. ഇപ്പോൾ വിജിലൻസിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം ഗവൺമെൻറ് ഉണ്ടാകുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു FIR ഇടുമ്പോൾ ഗവൺമെൻറ്റിനോട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ക്രൈം ഡൈവേൾജ് ചെയ്ത് കഴിഞ്ഞാൽ, റിവീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, വെളിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ FIR ഇടേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതേ സമയത്ത് എപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്ക് വരുന്നത്? പങ്ക് വരാൻ പോകുന്നത് സാങ്ഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ്. കോടതിയിൽ ഈ കേസ് എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന ക്വസ്റ്റ്യൻ വരും. ആ ചോദ്യം വരുമ്പോൾ മാത്രമാണ് ഈ അഴിമതി നിരോധന നിയമത്തിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പുറത്താക്കാൻ ബാധ്യതയുള്ള ആരാണോ അയാളുടെ പങ്ക് വരുന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം പുറത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് ആ കാര്യങ്ങളുടെ ആവശ്യമുണ്ടോ ഇല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തർക്ക വിഷയം പോലുമല്ല. ഇപ്പോൾ ഇവിടെ കാണുന്നത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തത്തിലാണ് ഇത്തരം ഒരു FIR ഇട്ടതെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഈ ബാറ്ററി കേസിൽ പോലും. കാരണം ഗവൺമെൻറ്റിനോട് ആലോചിക്കേണ്ട വിഷയമൊന്നും അതിനകത്തില്ല. സ്വതന്ത്രമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് FIR ഇടാം, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. ആ അന്വേഷണം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം ഒരു സാങ്ഷൻ വേണമോ വേണ്ടയോ, അനുമതി വേണമോ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഈ ഗവൺമെൻറ്റിൻ്റെ പങ്ക് അവിടെ വരാൻ പാടുള്ളൂ. അതിനപ്പുറം വരുന്ന എല്ലാം തന്നെ തെറ്റാണ്. അതാണിപ്പോൾ നമ്മൾ ഈ വിജിലൻസിനെയും CBI എല്ലാം തന്നെ സ്വതന്ത്രമാക്കേണ്ട അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ബില്ലുകളെല്ലാം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനെ തടയുന്നതും എല്ലാം കാണുന്നതാണ്. കാരണം തങ്ങൾക്ക് വരുന്ന ഒരു നിയന്ത്രണവും അംഗീകരിക്കാൻ ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അഴിമതി ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ധനം സമ്പാദിക്കേണ്ടതിൻ്റേതായ ഒരു മെത്തേഡാണ്, ഒരു പ്രയോഗം അതുതന്നെയാണ്. ഈ അഴിമതിയിലൂടെ തന്നെയാണ് ധനം സമാഹരിക്കാൻ കഴിയുക. ആ ധനസമാഹരണത്തിൽ കൂടെ തന്നെയാണ് തങ്ങളുടേതായ രാഷ്ട്രീയ അധികാരം നിലനിർത്താനും കഴിയുക. അങ്ങനെയാണ് ഇവിടെ ലക്ഷങ്ങളും കോടികളും എല്ലാവരും ഉണ്ടാക്കുന്നത്. പലരുടെയും പേരിൽ, ഭാര്യയുടെ പേരിലാകാം, സഹോദരൻ്റെ പേരിലാകാം, പുത്രൻ്റെ പേരിലാകാം, അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെയും പേരിൽ ഉണ്ടാക്കുന്നത്. ഇതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഒരു രാഷ്ട്രീയക്കാരനെയും കാര്യമായിട്ട് അഡ്വക്കേറ്റ് KS മധുസൂദനൻ താങ്കളിലേക്കും മറ്റ് അതിഥികളിലേക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇവിടെ അഡ്വക്കേറ്റ് KS മധുസൂദനൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായ പല കാരണങ്ങളാൽ കേസുകൾ ഇല്ലാതായി പോകുന്നതോ അല്ലെങ്കിൽ ദീർഘമായി വൈകുന്നതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. R ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹം ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നൊരു സാഹചര്യം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം കാരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളൊക്കെ കാര്യക്ഷമമായി പിന്തുടരപ്പെടുമോ എന്ന സംശയം ഉയർത്തുന്നത്. ശ്രീ KV അബ്ദുൽ ഖാദർ, താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ കേൾക്കാം. പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ശ്രീ മധുസൂദനൻ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ്. എല്ലാവരും പിന്നെ ഈ സ്വത്ത് സമ്പാദനത്തെ അനുകൂലിക്കുന്നു, ഒരു പരസ്പര ധാരണയോടെ പോകുന്നു. അങ്ങനെ പറയാനാവില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇവിടെ ഒരു ഉയർന്നു വന്ന, കേരളമാകെ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് കോഴയുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ ശ്രീ മാണിക്കെതിരായിട്ട് അന്ന് കേസെടുത്തു. പക്ഷേ ശ്രീ ബാബുവിനെ രക്ഷിക്കുകയും ചെയ്തു. ഇവിടെ അതിനുശേഷം കോടതികളുടെ ഇടപെടലുകളിലൂടെ
വിജിലൻസിന് ലഭിച്ച പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തി. ആ അന്വേഷണങ്ങളിൽ എന്തെല്ലാം കണ്ടെത്തി എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എൻ്റെ മുമ്പിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് പറയാനാവില്ല. കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണങ്ങളുടെ ലഭ്യമാകുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസുകൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുവരാനോ ആരെങ്കിലും പ്രലോഭിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരാനോ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ ഈ കേസിലെ പിന്നെ വിജിലൻസ് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ നിർത്തിവെക്കാൻ ഈ ഗവൺമെൻറ് ഒരിക്കലും പറയുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അധികാരമേറ്റ ഉടൻ പ്രഖ്യാപിച്ചിരുന്നു. ആ പാകത്തിലേക്ക് സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും മുന്നണിയുമൊക്കെ ധീരമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് കരുതണോ? ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ? അത് ഇടതുമുന്നണിയിലെ ഏതെങ്കിലും നേതാവിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ നിയന്ത്രിക്കപ്പെടില്ല അല്ലെങ്കിൽ തടയപ്പെടില്ല എന്ന ഉറപ്പ് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമുണ്ടോ? അത്തരമൊരു സാങ്കല്പിക ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഇവിടെ വിജിലൻസിൻ്റെ മുന്നിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തുന്നു, കേസെടുക്കുന്നു. അതല്ലാതെ നാളെ വേറെ ആരുടെയെങ്കിലും അടുത്ത് കേസ് വന്നാൽ കേസ് എടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി നൽകുക? ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അത് ചോദിക്കാനുള്ള കാര്യമുണ്ട്. കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലഘട്ടം എടുക്കുക. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ UDF ഉന്നയിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നപ്പോൾ പല മന്ത്രിമാർക്കെതിരെ വിജിലൻസ് കേസുകൾ ഉണ്ടായിരുന്നു. അതെവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. അതിനു മുൻപത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് വന്ന LDF സർക്കാർ പല മന്ത്രിമാർക്കെതിരെയും പല പൊതുപ്രവർത്തകർക്കെതിരെയും പല ഉദ്യോഗസ്ഥർക്കെതിരെയും കേസുകൾ എടുത്തു. അത് എവിടെ എത്തി എന്ന് നോക്കുക. ഇതൊന്നും എവിടെയും എത്താതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ പോലും ഉന്നയിക്കേണ്ടി വരുന്നത്. അല്ല, ഈ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ആ കേസുകളുടെ ഫോളോ അപ്പിൽ പിന്നെ കുറവുകൾ സംഭവിക്കുന്നുണ്ടോ? അതാണ് അങ്ങ് ഉന്നയിച്ച ഒരു ചോദ്യം. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം UDF ഗവൺമെൻറ് വന്നപ്പോൾ ആ അന്വേഷണങ്ങൾ പലതരത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന LDF ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരുന്നില്ല. പിന്നീട് വരുന്ന ഗവൺമെൻറ് വിജിലൻസിലും അന്വേഷണ ഏജൻസിയിലുമെല്ലാം തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഈ അന്വേഷണം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, വിജിലൻസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു കേസല്ല, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അന്വേഷണവുമല്ല, ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ശ്രീ ശൂരനാട് രാജശേഖരൻ, അഴിമതി ആരോപണങ്ങൾ ഉയരുകയും അത് സംബന്ധിച്ച പരാതികൾ ഉണ്ടാവുകയും കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് റെയ്ഡ് നടത്തി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ അത്രത്തോളം രാഷ്ട്രീയ നേതാക്കൾക്ക് പരിചയമുള്ള ഒരു സംഗതി ആവണമെന്നില്ല. ആ വിധത്തിൽ അഴിമതിയുടെ യഥാർത്ഥ ആഴത്തിലേക്ക് അന്വേഷണം എത്തിക്കാൻ വിജിലൻസ് ശ്രമിക്കുന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. ഈ കേരളത്തിലെ പൊതുസമൂഹം വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തെ വളരെ ബുദ്ധിപൂർവ്വവും വളരെ ഇൻട്രസ്റ്റിങ്ങുമായിട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു അവസരമാണ്. ശ്രീ ജോക്കറ്റ് മോസ് ചെയ്യുന്ന നടപടികൾക്ക് ഒരു സ്വീകാര്യത വരണമെങ്കിൽ ഒരു നിഷ്പക്ഷ സ്വഭാവം ഈ കാര്യത്തിൽ എല്ലാത്തിലും ഉണ്ടാകണം. ശ്രീ ബാബുവിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചക്കിട്ടപ്പാറ ഭൂമി ഇടപാട്, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ്റെ മകൻ ശ്രീ അരുണിൻ്റെ പേരിലുള്ള വിജിലൻസ് കേസുകൾ. ഇതിലൊക്കെ വിജിലൻസ് ഡയറക്ടർ ഏത് സമീപനമാണ് എടുക്കുന്നതെന്ന് കാണാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ആശങ്കയുണ്ട്. ഒന്ന്. രണ്ടാമത്, ഈ പറഞ്ഞ ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞതും
ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിൽ ഞങ്ങൾ യോജിപ്പാണ്. കാരണം ആരാണോ അഴിമതി കാണിച്ചിട്ടുണ്ട് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനും ആ കുറ്റത്തിൻ്റെ ആഴം കണ്ടെത്താനും വരെ ശിക്ഷിക്കാനും കേരളത്തിന് കഴിയുമെങ്കിൽ അഴിമതി നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ നീക്കം അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വഴിപാടായി നടത്തുകയും ഒരു പീഡനത്തിൻ്റെ ഭാഗം അതിനകത്തുണ്ടാകുകയും ഉണ്ടായി ഒരു ഭാഗത്തിനോട് മാത്രം അനീതി കാണിക്കുകയും ചെയ്താൽ ഇതൊക്കെ പഴയതിനേക്കാൾ മോശമായിട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇവിടെ കെ മാണിയുടെ കാര്യത്തിൽ മാത്രമല്ല അന്വേഷണം നടക്കുന്നത്, കെ ബാബുവിൻ്റെ കാര്യത്തിൽ നടക്കുന്നു. മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് ആദായനികുതി വകുപ്പിനോട് വിജിലൻസ് വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഇങ്ങനെ പല നിലയ്ക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിലൊക്കെയും കാണുന്നുണ്ടോ കേരള കോൺഗ്രസ് ചില രാഷ്ട്രീയ പകപോക്കൽ? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പകൽപോക്കൽ തന്നെയാണ്. രാജീവേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അഴിമതിരായി നടക്കാൻ പാടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയ പകപോക്കലോ രാഷ്ട്രീയ ശത്രുതയോ വൈര്യനിര്യാതന ബുദ്ധിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ വിദ്വേഷമോ വെച്ച് ഒരു നേതാക്കന്മാരെ ഇങ്ങനെ അന്വേഷണം നടത്തുകയും FIR ഇടുകയും ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കുകയും ചെയ്യുന്നത് അത് ശരിയായ രീതിയല്ല. അതുപോലെ രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണെന്നുള്ള തോന്നൽ ധ്വനിപ്പിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുന്നതും ആ രീതിയിൽ വാർത്തകൾ വരുന്നതും ആർക്കും രാഷ്ട്രീയ സംശുദ്ധീകരണത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല. ഒന്ന്, ഞാനിപ്പോൾ പറയും, നമ്മളിപ്പോൾ FIRന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, രാജീവ് ഓർക്കുന്നുണ്ടാവും, നമ്മളെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറക്കിയല്ല ഇക്കാര്യങ്ങൾ. അതായത് KM മാണി സാർ കേരളത്തിന്റെ റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഏറ്റവും വലിയ ആരോപണം മതികെട്ടാൻ മല, അവിടെ എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡായിട്ടുള്ള മതികെട്ടാൻ മല മുഴുവൻ മാണിയും മാണിയുടെ ബന്ധുക്കളും കേരള കോൺഗ്രസുകാർക്ക് മുഴുവൻ എഴുതി കൊടുത്തിരിക്കുകയാണ് എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ശ്രീ അച്യുതാനന്ദൻ ആരോപിച്ചു. അത് വലിയ പ്രശ്നമായി ആളെല്ലാം ഇതിൽ ശരിയാണ്. ഇടുക്കി ജില്ല മുഴുവൻ മാണി സാർ സ്വന്തക്കാർക്ക് എഴുതി കൊടുത്തു. പക്ഷെ പിന്നീട് 5 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അന്നത്തെ ആരോപണം ഉന്നയിച്ച ബഹുമാനായ ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയെ ഭരിച്ചു. രാജീവ്, എന്തുണ്ടായി? അദ്ദേഹത്തിന് അന്വേഷിച്ചുകൂടെ? അദ്ദേഹത്തിന് കണ്ടുപിടിച്ചുകൂടെ? ഒരക്ഷരം വേണ്ടിയോ? അവസാനം കേസ് വന്നപ്പോൾ, അന്വേഷണം വന്നപ്പോൾ, റിപ്പോർട്ട് വന്നപ്പോൾ എന്തുണ്ടായി? 1 ഇഞ്ച് ഭൂമി പോലും ശ്രീ KM മാണി സാറിന്റെ സ്വന്തത്തിൽപ്പെട്ട ആളുകൾക്കോ പാർട്ടിക്കാർക്കോ അനധികൃതമായി നൽകിയിട്ടില്ല എന്ന് വന്നു. അത് ചെറിയ വാർത്ത, അത് ജനങ്ങളാരും കാണുന്നില്ല. പക്ഷെ കാണുന്ന എന്താണ്? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? അയ്യോ, KM മാണി വലിയ അഴിമതി നടത്തി. ഇതാണ് ആളുകളുടെ മനസ്സിലോട്ട് വരുന്ന ചിത്രം. പക്ഷെ വിധി വന്നപ്പോൾ അദ്ദേഹം നിരപരാധിയാണ്. ഇത് ശരിയാണോ ജനാധിപത്യത്തിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇത്തരം പരാതികൾ ഉണ്ടാവുമ്പോൾ കുറ്റക്കാരെ കണ്ടുപിടിക്കട്ടെ, ശിക്ഷിക്കട്ടെ. ഇപ്പോ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇത്തരം പരാതികൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും കേസെടുക്കുക, അത് അന്വേഷണത്തിന്റെ ഭാഗമായി ചില പരിശോധനകൾ നടത്തുക, അങ്ങനെ പരിശോധനകൾ നടത്തുമ്പോൾ അതിന് മാധ്യമ ശ്രദ്ധ ലഭിക്കുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ തന്നെയല്ലേ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ സാധിക്കുക? അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. അല്ല, പ്രാഥമികമായി അന്വേഷണം നടത്തി എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമല്ലാതെ FIR ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് അത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം രാജീവേ ചോദിക്കട്ടെ, അവിടെ എന്താണ് ശരിക്കും ഈ ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP? ലളിതകുമാരി എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ആ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ അന്നത്തെ സുപ്രീം കോടതി ജഡ്ജിയും ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണറുമായ ജസ്റ്റിസ് P. സദാശിവം അദ്ദേഹം നടത്തിയ ഒരു വിധിയാണ് ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ അതും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ആ കേസും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടുമായിട്ട് കടലും കടലാടിയും പോലുള്ള ബന്ധമാണ്. യാതൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഇന്നത്തെ വിജിലൻസ് ഡയറക്ടർ ഇവിടെ KM മാണിക്കെതിരെ കേസെടുക്കുന്നത് 7 കേസുകൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് നടത്തുന്ന പരിശോധനകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ തുടർച്ചയായാണ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കരുതുന്ന നേതാക്കളുടെ കാര്യത്തിൽ ആദായനികുതി വകുപ്പിൽ നിന്ന് വിജിലൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നത്. ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ആ കേസ് പിന്തുടരുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ കുറെ കൂടി ഗൗരവത്തോടെ കാണേണ്ട സാഹചര്യമുണ്ടോ?
ആരോപണ വിധേയൻ താൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് നിയമത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങളെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടി വരും? ഇവിടെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, പിന്നീട് അല്ല അത് അനധികൃതമായതുണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിയിലാണ്. അവിടെ പ്രതിക്കെതിരായൊരു പ്രിസംഷൻ വരും. ഈ അനധികൃതമായി സ്വരൂപിച്ചിരിക്കുന്ന സ്വത്ത് കൃത്രിമ മാർഗത്തിലൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതിൻ്റെ മോട്ടീവ് മോശമായിരുന്നു, ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ, അഴിമതിയിലൂടെയാണ് ഇത് സമ്പാദിച്ചിരിക്കുന്നത് എന്ന് പ്രസ്യൂം ചെയ്യാൻ, അങ്ങനെ നിഗമിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ നിയമത്തിൽ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റിൽ വകുപ്പുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഇതാണ്. പൊതുവിൽ ഇപ്പോൾ ഇത് 13(1)(e)യിലാണ് ഈ വകുപ്പ് വരുന്നത്, വരവിൽ കവിഞ്ഞ് സ്വത്തുള്ളത്. മറിച്ച് ഇപ്പോൾ ഒരു കൈക്കൂലി കൊടുക്കുന്നു, കൈയോടെ പിടികൂടുന്നു, അതെല്ലാം തന്നെ 7-ാം വകുപ്പിൽ വരുന്ന ഒന്നാണ്. അത് കുറേയും കൂടി സുതാര്യമായി പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് തെളിയിക്കാൻ കഴിയുന്ന കേസാണ്. ഇത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടി മാത്രം തെളിയിക്കേണ്ട ഒന്നാണ്. ഇത് പലപ്പോഴും വഴിമുട്ടുന്ന എന്താണ്, ഇപ്പോൾ നമ്മൾ പറയാം സ്വിസ് ബാങ്കിൽ നിന്ന് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ, 15 ലക്ഷം രൂപ നമുക്ക് എല്ലാവരുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായ അദ്ദേഹം പിന്നീട് അത് മുന്നോട്ട് പോകാതിരുന്ന എന്തുകൊണ്ടായിരുന്നു? മുന്നോട്ട് പോകുമ്പോഴാണ് കാണുന്നത് ഈ പറയുന്ന സ്വിസ് ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം തന്നെ പണം ആ ബാങ്കിൽ കിടക്കുന്നുണ്ട്. ഇവിടെയും ഇത് ഒരു പക്ഷേ വഴിമുട്ടാൻ പോകുന്നത്, ഇൻകം ടാക്സിനോട് ചോദിക്കുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാലോ ബാക്കി അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കാരണം തങ്ങളുടെ തന്നെ ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ടൊന്നും പോകാൻ കഴിയില്ല. ഇതാണ് ഇവിടെ പ്രശ്നം. പലപ്പോഴും ഒരു എന്താ പറയുക, ആ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ വലിയ ചടുലതയോടുകൂടി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമെങ്കിലും പിന്നീട് ഇതൊന്നും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ അദ്ദേഹം സ്റ്റീഫൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം, താൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച ആരോപണം മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന 5 വർഷക്കാലവും യാതൊരു നടപടിയും എടുക്കാതെ വരുമ്പോഴുള്ള ചോദ്യം എന്താണ്? ഈ ആരോപണം ഉന്നയിക്കുന്നത് പോലും പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ മറ്റവർക്ക് സാധ്യത കിട്ടുന്നു. ഇവിടെയാണ് എപ്പോഴെങ്കിലും രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ മന്ത്രിമാരെയോ പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന വാദം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് സാധാരണ നമ്മൾ കോടതി പറയണ പോലെയാണ്, മറ്റേ ആൾ ശത്രുവാണ്, ഇത് എന്നോടുള്ള ശത്രുത കൊണ്ട് മാത്രം എടുത്ത കേസാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് രാഷ്ട്രീയക്കാരനും ഈ മറുവാദം ഉന്നയിക്കും. ഇത്തരം മറുവാദങ്ങൾക്കെല്ലാം സാധ്യത കൊടുക്കാവുന്ന രൂപത്തിൽ വളരെ ശക്തമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ കഴിവുള്ള ഒരു അന്വേഷണ വൃന്ദത്തെ ഉണ്ടാക്കുക. അത് ഇദ്ദേഹത്തിന് കഴിയുമോ, നമ്മുടെ ഡയറക്ടർക്ക് കഴിയുമോ എന്ന് ഇനിയും തെളിയിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ഫുട്ബോളിലെ റഫറിയെ പോലെ മഞ്ഞക്കാടും ചുവപ്പ് കാർഡും കാണിച്ചുള്ള കളിയും കോപ്രാട്ടിത്തരവൊന്നും അല്ല ഈ വിഷയം. ഇവിടെ അദ്ദേഹം നേരിടുന്നത് ഇവിടെ രാഷ്ട്രീയത്തിലെ പ്രബലരായ കുറേ മനുഷ്യരെയാണ്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രബലരായ അല്ലെങ്കിൽ കോടികളുടെ ആസ്തികളുള്ള ഒരു വിഭാഗം ആളുകളെയാണ് അദ്ദേഹം നേരിടാൻ പോകുന്നത്. അങ്ങനെ നേരിടുമ്പോൾ വളരെ സുതാര്യമായതും വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയും രാഷ്ട്രീയത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പിടിപാടുകളെ ഭേദിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷി അദ്ദേഹം സമാഹരിക്കേണ്ടതായിട്ട് വരും. കാരണം അന്വേഷണത്തിൽ ഇതെല്ലാം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു, പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് പോലും ആരോപണമുണ്ട്. അദ്ദേഹം പോർട്ടിലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഫിനാൻസിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഒരു കറപ്ഷൻ, ആ കറപ്ഷനിൽ മാണി സാറ് ചിലത് ഒപ്പിട്ടു, അതിൻ്റെ വൈരാഗ്യം കൊണ്ടാണ് തനിക്കെതിരെ കേസെടുക്കുന്നത് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. അപ്പോൾ അതൊന്നും അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയും കറപ്പില്ലാത്ത ഒരു കൈയായിരിക്കണം. വളരെയധികം നന്ദി ശ്രീ KS മധുസൂദനൻ, ഒപ്പം KV അബ്ദുൽ ഖാദർ, സ്റ്റീഫൻ ജോർജ്, ശൂരനാട് രാജശേഖരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വിജിലൻസിൻ്റേത് ആരംഭശൂരത്വം മാത്രമായി അവശേഷിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം ഇച്ഛാശക്തി കാണിക്കും കാത്തിരുന്ന് കാണാം. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പൊളിമിക്സ് കാണാം.